ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വേറെ ലെവൽ സർവൈവൽ മൂവിയാണ്. യുദ്ധത്തിനിടയിൽ വിമാനം തകർന്ന് ശത്രുക്കളുടെ മണ്ണിൽ അകപ്പെട്ടു പോകുന്ന ഒരു ആർമി പൈലറ്റിന്റെ കഥ. ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ? ഇതാണ് സിനിമയുടെ വൺ ലൈനർ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെറും കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിം ടെല്ലറാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് റെസ്ക്യൂ ഡോൺ എന്ന അമേരിക്കൻ സിനിമയാണ്. സംഗതി നടക്കുന്നത് 1966-ലാണ്. അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ കടുത്ത യുദ്ധം നടക്കുന്ന സമയം. വിയറ്റ്നാമിനെ മുട്ടുകുതിക്കാൻ അമേരിക്ക തുരുതുര ബോംബുകൾ വർഷിക്കുകയാണ്. വിയറ്റ്നാം ആർമി ക്യാമ്പുകൾ എവിടെയൊക്കെയുണ്ടോ അതൊക്കെ തിരഞ്ഞുപിടിച്ച് തകർക്കുകയാണ് അമേരിക്കൻ ലക്ഷ്യം. യുദ്ധമിങ്ങനെ കടുക്കുന്നതിനിടയിലാണ് അമേരിക്കൻ നേവി കപ്പലിലെ കമാൻഡർ തന്റെ പൈലറ്റുമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുന്നത്. നമുക്ക് ചില രഹസ്യ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. വിയറ്റ്നാമിന്റെ പ്രധാനപ്പെട്ട പോരാളികൾ ഒളിച്ചിരിക്കുന്നത് ഈ കാണുന്ന സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് പൈലറ്റ്സ്, നിങ്ങൾ ബോംബിടേണ്ട ഇടങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഇതൊരു അതീവ രഹസ്യ ദൗത്യമാണ്. നമ്മുടെ കോഡ് വേർഡ് റെസ്ക്യൂ ഡോൺ എന്നാണ്. കമാൻഡർ തുടർന്നു, നിങ്ങൾ ബോംബിടാൻ പോകുന്നത് വിയറ്റ്നാമിലെ കൊടും കാടിനുള്ളിലേക്കാണ്. അതായത് നിങ്ങൾ പോകുന്നത് ശത്രുവിന്റെ നെഞ്ചിലേക്കാണ്. സുരക്ഷിതമായി തിരിച്ചു വന്നാൽ കുഴപ്പമില്ല, പക്ഷെ അവിടെയെങ്ങാനും കുടുങ്ങിപ്പോയാൽ നമ്മുടെ റെസ്ക്യൂ ടീം വരുന്നതുവരെ ആ കാട്ടിൽ എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്തണം. അതിനായി ചിലപ്പോൾ നിങ്ങൾക്ക് പാമ്പുകളെ വരെ പിടിച്ചു തിന്നേണ്ടി വന്നേക്കാം. കമാൻഡർ പറയുന്നത് പൈലറ്റുമാരെല്ലാം ഗൗരവത്തോടെ കേട്ടു. പക്ഷെ ഇത് കേട്ട പൈലറ്റ് ടൈറ്റർ മനസ്സിൽ പറഞ്ഞു, ഞാൻ മരിച്ചാലും ശരി, പാമ്പിനെയൊന്നും തിന്നാൻ എന്നെ കിട്ടില്ല. അങ്ങനെ പൈലറ്റുമാരെല്ലാം ബോംബുമായി ശത്രുക്കളുടെ അതിർത്തി ലക്ഷ്യമാക്കി പറന്നു. പോകുന്നതിനു മുൻപ് ഒരു മുന്നറിയിപ്പ് കൂടി അവർക്ക് ലഭിച്ചു. അവിടെ വെച്ച് ശത്രുക്കളുടെ പിടിയിലായാൽ റേഡിയോ ഉപയോഗിക്കരുത്. കാരണം ശത്രുക്കൾ ആ റേഡിയോ സിഗ്നൽ ഉപയോഗിച്ച് നമ്മുടെ റെസ്ക്യൂ ടീമിനെ ചതിയിൽ വീഴ്ത്തി കൊല്ലാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റേഡിയോ ഉപയോഗിച്ചാലും ഞങ്ങൾ പ്രതികരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ പൈലറ്റുമാരെ നല്ലപോലെ പേടിപ്പിച്ചാണ് അവർ വിടുന്നത്. ഓരോ ബാച്ചിലും 4 പേർ വീതമാണ് പോകുന്നത്. ആദ്യ ബാച്ചിൽ തന്നെ നമ്മുടെ ടൈറ്ററും 3 സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. അവർ വിയറ്റ്നാം അതിർത്തി കടന്ന് കാടിനുള്ളിൽ ബോംബുകൾ വർഷിക്കാൻ തുടങ്ങി. താഴെ നിൽക്കുന്ന ശത്രുക്കൾക്ക് മുകളിലൂടെ പറക്കുന്ന വിമാനത്തെ വെടിവെച്ചിടുക അത്ര എളുപ്പമല്ല. എങ്കിലും അവർ പിന്തിരിഞ്ഞില്ല. അവർ പായിച്ചൊരു വെടിയുണ്ട കൃത്യമായി ടൈറ്ററുടെ വിമാനത്തിന്റെ ചിറകിൽ കൊണ്ടു. അതോടെ വിമാനത്തിന്റെ നിയന്ത്രണം പോയി. ഗൈസ്, ഐ ലോസ്റ്റ് വിങ്സ് എന്ന് ടൈറ്റർ അലറി. ഉടനെ ഇജക്ട് ചെയ്ത് രക്ഷപ്പെടാൻ സുഹൃത്തുക്കൾ പറഞ്ഞെങ്കിലും ടൈറ്റർ വിമാനത്തെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ നോക്കി. ചിറകിന് കാര്യമായ കേടുപാട് പറ്റിയതുകൊണ്ട് വിമാനം താഴേക്ക് പതിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ ടൈറ്റർ വിമാനം താഴെ ഇടിച്ചു തന്നെ ലാൻഡ് ചെയ്തു. ഭാഗ്യത്തിന് ടൈറ്റർക്ക് പരിക്കൊന്നും പറ്റിയില്ല. പക്ഷെ വലിയൊരു പ്രശ്നം ബാക്കിയുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ നിൽക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണ്. ശത്രുക്കൾ ഉടനെ തന്നെ തിരഞ്ഞുവരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം വേഗത്തിൽ കാട്ടിനുള്ളിലേക്കോടി. ശത്രുക്കൾ പിന്നാലെ വന്ന് വെടിവെച്ചെങ്കിലും ഭാഗ്യത്തിന് ടൈറ്റർ രക്ഷപ്പെട്ട് ഒരിടത്തു പോയി ഒളിച്ചു. ടൈറ്ററുടെ കയ്യിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് റെസ്ക്യൂ ടീമിനെ വിളിക്കാൻ പറ്റും. പക്ഷേ ശത്രുരാജ്യത്ത് വെച്ച് റേഡിയോ ഉപയോഗിച്ചാൽ നമ്മുടെ ആൾക്കാർ അത് വിശ്വസിക്കില്ല. കാരണം റേഡിയോ ഉപയോഗിക്കുന്നത് ശരിക്കുള്ള പൈലറ്റാണോ അതോ ശത്രുക്കൾ ഒരുക്കിയ കെണിയാണോ എന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് റേഡിയോ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട് അദ്ദേഹം അത് കാട്ടിനുള്ളിൽ ഒരിടത്ത് ഒളിപ്പിച്ചുവെച്ചു. രക്ഷാപ്രവർത്തകർ വരുമ്പോൾ മാത്രം അതുപയോഗിച്ച് സിഗ്നൽ നൽകാമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ഭയവും ഏകാന്തതയും നിറഞ്ഞ ഒരു രാത്രി ടൈറ്റർ ആ കാട്ടിനുള്ളിൽ തള്ളി നീക്കി. അടുത്ത ദിവസം തന്നെ രക്ഷിക്കാൻ ഏതെങ്കിലും ഹെലികോപ്റ്റർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അപ്പോഴാണ് ദൂരെ ഒരു വലിയ പാറ കണ്ടത്. അതിന്റെ മുകളിൽ കയറി നിന്ന് ആകാശത്തേക്ക് നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കഠിനമായ ചൂട് കാരണം ടൈറ്റർ തളർന്നുപോയിരുന്നു. ദാഹം സഹിക്കവയ്യാതെ അദ്ദേഹം വെള്ളത്തിനായി തിരഞ്ഞു. അങ്ങനെ ഒരു ചെറിയ കുളം കണ്ട് അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ശത്രുക്കളായിരുന്നു. സത്യത്തിൽ ഇവർ വിയറ്റ്നാം ആർമിയൊന്നുമല്ല. ആർമിയെ സഹായിക്കുന്ന ഒരു പ്രാദേശിക ഗാങ് ആണ്. അവർ ടൈറ്ററെ വളഞ്ഞു. ഇവൻ ഒരു അമേരിക്കക്കാരനാണ് എന്നവർ അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നത് ടൈറ്റർക്ക് കേൾക്കാമായിരുന്നു. അവർ ടൈറ്ററെ ക്രൂരമായി മർദ്ദിച്ചു. കൊല്ലുന്നതിനു പകരം അവനെ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. അതൊരു ചെറിയ ഗ്രാമം പോലെയായിരുന്നു. അവിടെയുള്ള ആളുകളെല്ലാം ടൈറ്ററെ വല്ലാത്തൊരു അമ്പരപ്പോടെയാണ് നോക്കിയത്. പക്ഷേ പാവം ടൈറ്റർ അവരെയൊക്കെ നോക്കി നമസ്കാരമെന്ന മട്ടിലൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. തന്നെ കൊല്ലുന്നില്ലല്ലോ എന്ന ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ ആശ്വാസം അധികനേരം നീണ്ടുനിന്നില്ല. അവർ ടൈറ്ററെ ഗ്രാമത്തിന് നടുവിൽ കിടത്തി കൈകാലുകൾ വലിച്ചു കെട്ടിയിട്ടു.
ദയവായി എന്നെ ഇങ്ങനെ കെട്ടിയിടരുത്, എനിക്ക് അർജന്റായി ബാത്റൂമിൽ പോകണം എന്ന് ടൈറ്റർ എത്ര പറഞ്ഞിട്ടും ആർക്കും മനസ്സിലായില്ല. അവർ പറയുന്നത് ടൈറ്ററിനും തിരിഞ്ഞില്ല. ടൈറ്ററെ കെട്ടിയിട്ടപ്പോൾ ഒരു കൊച്ചു പയ്യൻ വന്ന് അയാളുടെ മുഖത്ത് ചിത്രശലഭങ്ങളെ വിട്ടുകളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ സംഘം ടൈറ്ററെ അവിടെ നിന്നും മാറ്റി ഓരോ സ്ഥലങ്ങളിലായി നിർത്തിയാണ് അവർ കൊണ്ടുപോയത്. പോകുന്ന വഴിയിൽ അമേരിക്കയുടെ റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ കാണുമ്പോഴൊക്കെ ശത്രുക്കൾ ഒളിച്ചു നിൽക്കും. ഒടുവിൽ അവർ ടൈറ്ററെ വിയറ്റ്നാമിലെ ഒരു ഗവർണറുടെ മുന്നിലെത്തിച്ചു. ആ ഗവർണർ ടൈറ്ററോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ഈ യുദ്ധം അത്രയ്ക്കിഷ്ടമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അല്ല സർ, എനിക്ക് യുദ്ധമിഷ്ടമല്ല, പക്ഷേ എനിക്ക് പറക്കാൻ ഒരുപാടിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആർമിയിൽ ചേർന്നത് എന്ന് ടൈറ്റർ മറുപടി നൽകി. അപ്പോൾ ഗവർണർ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. ശരി, ഞാൻ നിന്റെ നാട്ടിലേക്ക് തിരിച്ചയക്കാം, പക്ഷേ അതിനു മുൻപ് നീ ഈ പേപ്പറിൽ ഒപ്പിടണം. ആ പേപ്പറിൽ എഴുതിയിരുന്നത് യുദ്ധത്തിന് കാരണം അമേരിക്കയാണെന്നും അമേരിക്കയാണ് എല്ലാ തെറ്റുകളും ചെയ്തതെന്നുമാണ്. അത് കണ്ടപ്പോൾ ടൈറ്റർ പറഞ്ഞു, എന്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ എനിക്ക് കഴിയില്ല, ഇതിൽ ഞാൻ ഒപ്പിടില്ല. ടൈറ്ററുടെ മറുപടി കേട്ട് ഗവർണർക്ക് ദേഷ്യം വന്നു. എന്നാൽ നീ ഇവിടെ കിടന്ന് ചാവ് എന്ന് പറഞ്ഞ് അവർ ടൈറ്ററെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ടൈറ്ററുടെ കഴുത്തിൽ കയർകെട്ടി അതൊരു എരുമയുടെ പുറകിൽ ബന്ധിച്ച് ഓടിച്ചു. അദ്ദേഹം മണ്ണിലൂടെ വലിച്ചിഴയപ്പെട്ടു. പിന്നീട് ഒരു ഉറുമ്പിൻ കൂട് ശരീരത്തിൽ കെട്ടിവെച്ചു. ആയിരക്കണക്കിന് ഉറുമ്പുകൾ ടൈറ്ററെ കടിച്ചു കുതഞ്ഞു. വെള്ളത്തിൽ മുക്കിയും ശ്വാസം മുട്ടിച്ചും അവർ പീഡനം തുടർന്നു. ഇതിനുശേഷം കൈകൾ കെട്ടിയിട്ട് അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ശത്രുക്കൾ പിടികൂടുന്നവരെ തടവിൽ പാർപ്പിക്കാൻ കാട്ടിനുള്ളിൽ ഒരു പ്രത്യേക ഇടമുണ്ടായിരുന്നു. മുളകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ തടവറയിൽ ടൈറ്ററെ അവരടച്ചു. വല്ലാതെ ഭയത്തിലായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് തൊട്ടടുത്ത സെല്ലിൽ നിന്ന് ആരോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടത്. അത് കേട്ടപ്പോൾ ടൈറ്റർക്കൊരു പ്രതീക്ഷ തോന്നി. നിങ്ങൾ അമേരിക്കക്കാരാണോ? ഞാനും ഒരു അമേരിക്കൻ ആർമി പൈലറ്റാണ് എന്ന് ടൈറ്റർ മെല്ലെ പറഞ്ഞു. ഉടനെ അപ്പുറത്തുള്ളവർ പറഞ്ഞു, വായടയ്ക്കൂ, അവർ വരുന്നുണ്ട്. അപ്പോഴേക്കും കാവൽക്കാരിൽ ഒരാൾ വന്ന് എല്ലാവരുടെയും കാലുകൾ ഒരു വലിയ മരത്തടിയിൽ ഉറപ്പിച്ചുവെച്ച് പൂട്ടി. രാത്രിയിൽ കാലുകൾ ഇനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വേണം അവർക്കുറങ്ങാൻ. ടൈറ്ററെയും അവരങ്ങനെ തന്നെ കെട്ടിയിട്ടു. തിരിഞ്ഞുകിടക്കാൻ പോലും കഴിയാത്ത ആ അവസ്ഥയിൽ വേദനയോടെ ടൈറ്റർ ആ രാത്രി കഴിച്ചുകൂട്ടി. അവിടെ അദ്ദേഹത്തെപ്പോലെ ശത്രുക്കൾ പിടികൂടിയ മറ്റു ചിലരുമുണ്ടായിരുന്നു. താടിയും മുടിയും വളർന്ന് എല്ലും തോലുമായി നിൽക്കുന്ന ആ തടവുകാരെ കണ്ടാൽ തന്നെ അറിയാം, അവർ കുറഞ്ഞത് 2-3 വർഷമായി ആ നരകത്തിൽ കഴിയുകയാണെന്ന്. ഡൈറ്റർ മെല്ലെ അവരോട് തന്നെ പരിചയപ്പെടുത്തി. അവിടെ ഡൈറ്റർ അടക്കം ആകെ 5 പേരാണുള്ളത്. 2 അമേരിക്കക്കാർ, അതിലൊരാൾ കണ്ടാൽ വളരെ പാവമാണ്. മറ്റൊരാൾ എപ്പോഴും വല്ലാത്തൊരു നിരാശയിലോ മയക്കത്തിലോ ഉള്ളതുപോലെ തോന്നും. കൂടെ ഒരു ഹോങ്കോങ്ങുകാരനും ഒരു തായ്ലൻഡുകാരനും കൂടിയുണ്ട്. ആ നിരാശനായ അമേരിക്കൻ സുഹൃത്ത് ഡൈറ്ററോട് പറഞ്ഞു, നീ സമാധാനമായിരിക്കെ, യുദ്ധമുടനെ തീരും, നമ്മളെ വിട്ടയക്കും. പക്ഷെ ഡൈറ്ററിനത് വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം വർഷങ്ങളായി തടവിൽ കഴിയുന്നവരാണവർ. യുദ്ധം അവസാനിച്ചാലും ശത്രുക്കൾ തങ്ങളെ കൊല്ലുകയല്ലാതെ ജീവനോടെ വിടില്ലെന്ന് ഡൈറ്റർക്കുറപ്പായിരുന്നു. അവിടെ കാവൽ നിൽക്കുന്നവരിൽ ഒരാൾ വല്ലാത്തൊരു ക്രൂരനായിരുന്നു. അവനോട് സംസാരിക്കുന്നതുപോലും മരണത്തെ വിളിച്ചുവരുത്തുന്നതിന് തുല്യമാണ്. എങ്കിലും ജംബോ എന്ന് വിളിക്കുന്ന മറ്റൊരു കാവൽക്കാരൻ അല്പം ഭേദമാണ്. അവനിടയ്ക്കിടെ തടവുകാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുകയാണ്. ഡൈറ്റർ ഇത് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ശരിക്കും അത്ഭുതപ്പെട്ടു. അവർ ഡൈറ്ററെ തടയാൻ ശ്രമിച്ചു. ഇന്ന് തന്നെയോ? നമ്മൾ എവിടെയാണെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ഇതൊരു കൊടും കാടാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടാലും എങ്ങോട്ട് പോകണമെന്ന് നിനക്കറിയില്ല. മാത്രമല്ല, കാട്ടിൽ ഭക്ഷണവും വെള്ളവുമില്ല, വിഷപ്പാമ്പുകളുണ്ട്. ഇതൊക്കെ അതിജീവിച്ചാലും വെള്ളമില്ലാതെ നീ ചത്തുപോകും. അവർ ഡൈറ്ററെ താക്കീത് ചെയ്തു. ഇതൊരു കാടല്ലേ, തീർച്ചയായും മഴ പെയ്യുമല്ലോ എന്ന് ഡൈറ്റർ ചോദിച്ചപ്പോൾ മഴക്കാലം തുടങ്ങാൻ ഇനിയും 4-5 മാസമുണ്ടെന്നും അതുവരെ വെള്ളമില്ലാതെ പിടിച്ചു വിൽക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്ന് ഡൈറ്റർക്കും പതുക്കെ ബോധ്യമായി. ഓരോ രാത്രിയിലും ശത്രുക്കൾ വന്ന് എല്ലാവരുടെയും കാലുകൾ ഒരു വലിയ മരത്തടിയിൽ പൂട്ടിവെക്കും. അതുകൊണ്ട് അവർക്ക് സമാധാനമായി ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ ഡൈറ്റർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒരൊറ്റ ആണി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ പൂട്ടുകൾ തുറക്കാമായിരുന്നു, നമുക്ക് സമാധാനമായി ഉറങ്ങാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് ഒരു തടവുകാരൻ ആണിയിരിക്കുന്ന സ്ഥലം കാണിച്ചു തരുന്നത്. ജംബോ ഇരിക്കുന്നതിനടുത്തുള്ള ഒരു മരത്തടിയിലാണ് ആ ആണിയുള്ളത്. ആ ആണി കൈക്കലാക്കാൻ ഡൈറ്റർ ഒരു പ്ലാൻ ഇട്ടു. മറ്റുള്ളവർ 4 വശത്തേക്ക് നടന്ന് ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കണം. ആ തക്കം നോക്കി ഡൈറ്റർ ജംബോയോട് സംസാരിച്ചുകൊണ്ട് ആ ആണി കൈക്കലാക്കും. ആദ്യം ഇത് നടക്കില്ലെന്ന് കരുതിയെങ്കിലും എല്ലാവരും സഹകരിച്ചതുകൊണ്ട് ഡൈറ്റർ ആ ആണി വിജയകരമായി മോഷ്ടിച്ചെടുത്തു. ഇനിയാണ് സാഹസം. ആ ആണി പൂട്ടുകൾ തുറക്കാൻ പറ്റുന്ന രീതിയിൽ മൂർച്ചയുള്ളതാക്കി മാറ്റണം. ആണി അടിക്കുമ്പോൾ ശബ്ദം കേൾക്കാതിരിക്കാൻ ഡൈറ്റർ അടിക്കുന്ന അതേ സമയത്ത് മറ്റുള്ളവർ പാട്ടുപാടിയും ചുമച്ചും ശബ്ദമുണ്ടാക്കി. അങ്ങനെ ഡൈറ്റർ ആ ആണി ഒരു മാസ്റ്റർ കീ പോലെ രൂപപ്പെടുത്തിയെടുത്തു. അതുപയോഗിച്ച് അദ്ദേഹം എല്ലാവരുടെയും കൈവിലങ്ങുകളും കാലിലെ പൂട്ടുകളും മെല്ലെ തുറന്നു. അന്ന് രാത്രി മുതൽ അവർ സമാധാനമായി ഉറങ്ങാൻ തുടങ്ങി. എങ്കിലും ശത്രുക്കൾക്ക് സംശയം തോന്നാതിരിക്കാൻ രാവിലെ അവർ വരുന്നതിനു മുൻപേ ഡൈറ്ററും കൂട്ടുകാരും വീണ്ടും പഴയതുപോലെ സ്വയം പൂട്ടിയിടും. ഇപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ലോക്ക് തുറക്കാമെന്ന അവസ്ഥയായി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഡൈറ്റർ പാവമായ ആ അമേരിക്കൻ സുഹൃത്തിനോട് രഹസ്യമായി ചോദിച്ചു, നമുക്കെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, പക്ഷേ നമ്മളിപ്പോൾ എവിടെയാണെന്ന് നിനക്കറിയാമോ? അപ്പോൾ സുഹൃത്തൊരു വഴി പറഞ്ഞുകൊടുത്തു. എന്റെ അറിവിൽ നമ്മൾ വിയറ്റ്നാമിനും തായ്ലൻഡിനും ഇടയിലാണ്.
ഇവിടുന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് പോയാൽ ഒരു വലിയ പുഴ കാണാം. ആ പുഴയുടെ വഴിയിലൂടെ പോയാൽ നമുക്ക് തായ്ലൻഡിലെത്താം. അവിടെ നമ്മുടെ ആളുകൾ നമ്മളെ രക്ഷിക്കും. ഇത് കേട്ടപ്പോൾ ടൈറ്ററുടെ മനസ്സിൽ പുതിയൊരു പ്രതീക്ഷ നാമ്പിട്ടു. അങ്ങനെ തായ്ലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തി കഴിഞ്ഞു. ഇനി വേണ്ടത് കൃത്യമായൊരു പ്ലാനാണ്. പക്ഷേ ടൈറ്റർ ഇത് പറയുമ്പോൾ പാവമായ ആ സുഹൃത്ത് വീണ്ടും ആശങ്കയിലായി. ടൈറ്റർ, നമ്മൾ രക്ഷപ്പെട്ടാലും കുടിക്കാൻ വെള്ളമില്ലാതെ എന്തു ചെയ്യും? മഴക്കാലം വരുന്നതുവരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു അവന്റെ ചോദ്യം. ടൈറ്റർ ഇതേ പ്ലാൻ തന്റെ നിരാശനായ സുഹൃത്തിനോട് പറയാൻ ചെന്നപ്പോൾ അയാൾക്ക് രക്ഷപ്പെടുക എന്ന വാക്ക് കേൾക്കുന്നത് പോലും ദേഷ്യമായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് ആകാശത്ത് അമേരിക്കയുടെ ഒരു റെസ്ക്യൂ ഹെലികോപ്റ്റർ പറന്നുപോകുന്നത് കാണുന്നത്. അത് കണ്ടതോടെ ശത്രുക്കൾ കലിപ്പിലായി. സാധാരണ ഈ വഴി അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ വരാറില്ല. ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ തടവുകാരെങ്കിലും രഹസ്യ വിവരം നൽകിയിട്ടുണ്ടാകുമെന്നവർ സംശയിച്ചു. അതിന്റെ ദേഷ്യം മുഴുവൻ അവർ തീർത്തത് തടവുകാരെ മർദ്ദിച്ചുകൊണ്ടായിരുന്നു. ആ അക്രമത്തിനിടയിൽ ടൈറ്ററുടെ പാവം സുഹൃത്തിന്റെ കാതിനു വെടിയേറ്റു. കാതിൽ നിന്ന് ചോര ഒഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനുശേഷം അവരെ വീണ്ടും സെല്ലിനുള്ളിലാക്കി. അപ്പോഴാണ് ആ ക്രൂരനായ ചെറിയ കാവൽക്കാരൻ ഉള്ളിലേക്ക് വരുന്നത്. അവൻ ടൈറ്ററുടെ നെറ്റിയിൽ തോക്കുവെച്ച് നീ തീർന്നുവെന്ന് ആക്രോശിച്ചുകൊണ്ട് വെടിയുതിർത്തു. പക്ഷേ ഭാഗ്യത്തിന് അതിലുണ്ടയില്ലായിരുന്നു. തന്റെ ആയുസ് അവസാനിച്ചുവെന്ന് കരുതിയ ടൈറ്റർക്കാണ് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ശത്രുക്കൾ ടൈറ്ററുടെ ആ പേടി കണ്ട് ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു. അവിടെ അവർ ഭക്ഷണത്തിനായി അനുഭവിക്കുന്ന കഷ്ടപ്പാട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ശരിയായ ഭക്ഷണം ഒന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. അവർ ഭക്ഷണത്തെ എത്രത്തോളം കൊതിച്ചിരുന്നുവെന്നറിയാമോ? ആ സെല്ലിൽ പണ്ടെപ്പോഴോ കിട്ടിയ ഒരു പന്നിക്കറിയുടെ വെറും ഒരു കാലി കവർ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നുമില്ലെന്നവർക്കറിയാം. എങ്കിലും വെറുതെ ആ കവറിലേക്ക് നോക്കിയിരിക്കും. അത് കാണുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന ഒരു അനുഭവം മനസ്സിന് കിട്ടുമായിരുന്നു. ഞാനൊന്ന് മണപ്പിച്ചു നോക്കട്ടെ എന്ന് ടൈറ്റർ ചോദിച്ചപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞത്, പാടില്ല, മണപ്പിച്ചാൽ അതിലുള്ള ആ ചെറിയ മണം കൂടി പോകും, അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ്. ഒരു വെറും കവറിനെ ഇത്രത്തോളം വിലമതിക്കുന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം നരകിക്കുന്നുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. ഇതിനിടയിൽ ആ പാവം സുഹൃത്ത് ടൈറ്ററോട് ചോദിച്ചു, നിനക്കെപ്പോഴാണ് ഒരു പൈലറ്റ് ആകണമെന്ന് തോന്നിത്തുടങ്ങിയത്? ടൈറ്റർ തന്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പങ്കുവച്ചു. ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു യുദ്ധം നടന്നപ്പോൾ ഞാനും ചേട്ടനും വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അന്ന് നമ്മുടെ വീട് തകർത്ത് ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തു. അതിൽ നിന്ന് ഇറങ്ങി വന്ന പൈലറ്റിനെ കാണാൻ നല്ല സ്റ്റൈലായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഞാനും ഒരു പൈലറ്റാകുമെന്ന്. ഇത് കേട്ട സുഹൃത്ത് ചിരിച്ചുകൊണ്ട് പരിഹസിച്ചു, നിന്നെ കൊല്ലാൻ വന്നവനെ കണ്ടാണോ നീ പൈലറ്റാകാൻ തീരുമാനിച്ചത്? നീ വേറെ ലെവല് തന്നെ. ആ സംസാരത്തിലൂടെ അവർ കുറച്ചുകൂടി അടുത്തു. മറ്റൊരു രാത്രിയിൽ ടൈറ്റർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. മഴ പെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, ഇതിപ്പം മഴ പെയ്യുന്നേയില്ലല്ലോ എന്ന് ടൈറ്റർ പറഞ്ഞപ്പോൾ നിരാശനായ സുഹൃത്ത് അവനെ ഭീഷണിപ്പെടുത്തി. ടൈറ്റർ, നീ രക്ഷപ്പെടാൻ നോക്കുകയാണെന്ന് എനിക്കറിയാം. നീ എന്നെ വിശ്വസിക്കൂ. യുദ്ധം ഉടനെ തീരും. അവർ നമ്മളെ വിട്ടയക്കും. പക്ഷെ നീ രക്ഷപ്പെടാൻ നോക്കിയാൽ ഞാൻ ബഹളം വെച്ച് നിന്നെ കാവൽക്കാർക്ക് ഒറ്റിക്കൊടുക്കും. നീ രക്ഷപ്പെട്ടാൽ അവർ ഞങ്ങളെ കൊല്ലും. അതുകൊണ്ട് ഞാൻ ഇത് സമ്മതിക്കില്ല. ടൈറ്റർ അവനെ സമാധാനിപ്പിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇവിടുന്ന് രക്ഷപ്പെടുന്നത്. ഈ തീരുമാനത്തിന് മറ്റുള്ളവർക്കെല്ലാം സമ്മതമായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വിയറ്റ്നാം ആർമി അവിടെ പരിശോധനയ്ക്കായി വന്നു. ഒരു പെൺകുട്ടി പരിശോധിക്കുന്നതിനിടയിൽ ഒരു തടവുകാരന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കണ്ണാടി കഷ്ണം കണ്ടെടുത്തു. അവനത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടൈറ്റർ ആംഗ്യത്തിലൂടെ പറഞ്ഞു, അത് ഷേവ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് എന്ന്. ആ പെൺകുട്ടി അത് വിശ്വസിച്ച് ചിരിച്ചുകൊണ്ട് ആ കണ്ണാടി കഷ്ണം തിരികെ നൽകി. സത്യത്തിൽ അവർ ആ കണ്ണാടി കഷ്ണം രക്ഷപ്പെടാനുള്ള ഒരു പ്ലാനിന്റെ ഭാഗമായാണ് കരുതിയത്. ആ പെൺകുട്ടിക്ക് വലിയ പരിചയം സമ്പത്തില്ലാത്തതുകൊണ്ടാണ് ആ ചതി മനസ്സിലാകാത്തത്. സർക്കാരുകൾ തമ്മിലുള്ള ശത്രുത കാരണം തങ്ങളെപ്പോലുള്ള പട്ടാളക്കാർ വെറും പാവകളെ പോലെ ഉപയോഗിക്കപ്പെടുകയാണെന്നോർത്ത് ടൈറ്റർക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇനി ഒട്ടും വൈകാതെ രക്ഷപ്പെടണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് പ്ലാൻ വിവരിച്ചു. നമ്മൾ ഭക്ഷണം കുറേശ്ശെ കരുതി വെക്കണം. ആ കണ്ണാടി കഷ്ണം ഉപയോഗിച്ച് വെളിയിലുള്ള കാവൽക്കാർ പകൽ സമയത്ത് എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കണം. നമുക്ക് 2 ടീമായി തിരിഞ്ഞ് അവരുടെ തോക്കുകൾ തട്ടിയെടുക്കാം. അവരെ കീഴടക്കി കഴിഞ്ഞാൽ നമുക്ക് ഹെലികോപ്റ്ററിനെ വിളിക്കാം. എല്ലാവർക്കും അതൊരു നല്ല പ്ലാനായി തോന്നി. അടുത്ത ദിവസം ശത്രുക്കൾ ജോലിക്കായി പോയപ്പോൾ ടൈറ്റർ തന്റെ കയ്യിലുള്ള ആ ആണി ഉപയോഗിച്ച് പൂട്ടു തുറന്നു. ആ കണ്ണാടി കഷ്ണം മേൽക്കൂരയിലൂടെ വെളിയിലേക്ക് നീട്ടിപ്പിടിച്ച് കാവൽക്കാരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്കും വൈകുന്നേരവും അവർ എന്താണ് ചെയ്യുന്നത് എന്നവർ നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. തടവറയുടെ തൊട്ടടുത്ത് തന്നെയാണ് ശത്രുക്കളുടെ അടുക്കള. മിക്കവാറും സമയങ്ങളിൽ അവർ അവിടെയാണ് സമയം ചെലവഴിക്കുന്നത്. അവരുടെ തോക്കുകൾ മിക്കപ്പോഴും താഴെയാണ് വെക്കാറുള്ളത്. അതുകൊണ്ട് 2 ടീമായി തിരിഞ്ഞുപോയാൽ എളുപ്പത്തിൽ ആ തോക്കുകൾ കൈക്കലാക്കി അവരെ നേരിടാം എന്നതായിരുന്നു പ്ലാൻ. ആ തടവറയുടെ തറ മുള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പൊളിച്ച് അതിനടിയിലൂടെ പുറത്തു കടക്കാൻ കഴിയുമെന്ന് ടൈറ്റർ കണ്ടെത്തി. ഒരു ശരിയായ സമയത്തിനായി അവർ കാത്തുനിന്നു. പക്ഷെ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ അളവ് വീണ്ടും കുറഞ്ഞു. ശത്രുക്കൾക്കും അവിടെ ഭക്ഷണം തികയുന്നില്ല എന്ന് ടൈറ്റർക്ക് തോന്നി. ജൂലൈ മാസത്തിൽ മഴക്കാലം വരുമ്പോൾ രക്ഷപ്പെടാം എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ തീരുമാനം. എന്നാൽ നിരാശനായ ആ സുഹൃത്ത് അപ്പോഴും വിശ്വസിച്ചിരുന്നത് സർക്കാർ വന്ന് തങ്ങളെ മോചിപ്പിക്കുമെന്നാണ്. പക്ഷേ അയാൾ വന്നാലുമില്ലെങ്കിലും തങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് ടൈറ്ററും മറ്റുള്ളവരും ഉറപ്പിച്ചു. പട്ടിണി രൂക്ഷമായതോടെ ശത്രുക്കൾ അവർക്ക് കഴിക്കാൻ പുഴുക്കൾ നൽകാൻ തുടങ്ങി. മുമ്പ് ക്ഷാമമുണ്ടായപ്പോഴും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് പഴയ തടവുകാർ ഓർത്തെടുത്തു.
ടൈറ്റർ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നമ്മൾ സൂക്ഷിച്ചു വച്ച ഭക്ഷണം ഇപ്പോൾ കഴിക്കരുത്. അത് രക്ഷപ്പെട്ട് കാട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ആവശ്യമായി വരും. എന്നാൽ നിരാശനായ ആ സുഹൃത്ത് അത് കേൾക്കാൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ അവർക്കിടയിൽ ചെറിയൊരു തർക്കം തന്നെയുണ്ടായി. എങ്കിലും ഒടുവിൽ അവർ സമാധാനമായി. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ആകാശത്ത് കാണുമ്പോഴെല്ലാം അതിന്റെ ദേഷ്യം തീർക്കാൻ ശത്രുക്കൾ വന്ന് തടവുകാരെ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അത്തരമൊരു മർദ്ദനത്തിൽ പാവമായ ആ സുഹൃത്തിന് വല്ലാതെ പരിക്കേറ്റു. ടൈറ്റർ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നവൻ കരഞ്ഞു പറഞ്ഞു. നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ സുരക്ഷിതമായി നിന്റെ കുടുംബത്തിന്റെ അടുത്തെത്തിക്കും എന്ന് ടൈറ്റർ അവന് വാഗ്ദാനം നൽകി. ഒരു ദിവസം ശത്രുക്കൾ തമ്മിൽ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഹോങ്കോങ്ങിൽ നിന്നുള്ള തടവുകാരൻ ശ്രദ്ധിച്ചു. അയാൾക്ക് അവരുടെ ഭാഷ കുറച്ചറിയാമായിരുന്നു. അവൻ കേട്ട കാര്യം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ആ പ്രദേശത്ത് കഠിനമായ പട്ടിണിയാണ്. കാവൽക്കാർക്ക് എത്രയും വേഗം അവരുടെ നാട്ടിലേക്ക് മടങ്ങണമെന്നുണ്ട്. പക്ഷേ തടവുകാരുള്ളതുകൊണ്ട് അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് തടവുകാരെ എല്ലാവരെയും കൊന്നിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചതാണെന്ന് കള്ളം പറഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാനാണ് കാവൽക്കാർ പ്ലാൻ ചെയ്യുന്നത്. ഇത് കേട്ടതോടെ ജൂലൈ വരെ കാത്തിരിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്ക് മനസ്സിലായി. അടുത്ത ദിവസം തന്നെ രക്ഷപ്പെടണം. മഴ പെയ്തില്ലെങ്കിലും പ്ലാൻ വിജയിച്ചാൽ റെസ്ക്യൂ ഹെലികോപ്റ്റർ വരുമെന്ന് ടൈറ്റർ വിശ്വസിച്ചു. അടുത്ത ദിവസം അവർ പ്ലാൻ നടപ്പിലാക്കാൻ തുടങ്ങി. കണ്ണാടി കഷ്ണം ഉപയോഗിച്ച് ശത്രുക്കൾ എവിടെയാണെന്ന് കൃത്യമായി നിരീക്ഷിച്ചു. പ്ലാൻ പ്രകാരം അവർ 2 ടീമായി തിരിഞ്ഞു. ടൈറ്ററും പാവമായ സുഹൃത്തും ഒരു വശത്തുകൂടെയും മറ്റുള്ളവർ മറുഭാഗത്തുകൂടെ ചെന്ന് ശത്രുക്കളെ വലയണമെന്നതായിരുന്നു പദ്ധതി. ടൈറ്റർ പതുക്കെ അവരുടെ തോക്കുകൾ കൈക്കലാക്കി ഒരു വശം സുരക്ഷിതമാക്കി. എന്നാൽ മറുഭാഗത്തെത്തേണ്ടിയിരുന്ന നിരാശനായ ആ സുഹൃത്തിനെ അവിടെ കണ്ടില്ല. ശത്രുക്കൾക്ക് ചതി മനസ്സിലായി. അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ടൈറ്റർ വെടിയുതിർത്തു. നല്ലവനായ ജംബോയെ ഒഴികെ ബാക്കിയുള്ള കാവൽക്കാരെയെല്ലാം ടൈറ്റർ നേരിട്ടു. ശത്രുക്കളെ ജീവനോടെ പിടിച്ച് അവരെക്കൊണ്ട് ഹെലികോപ്റ്റർ വിളിപ്പിക്കാം എന്നതായിരുന്നു ടൈറ്ററുടെ പ്ലാൻ. പക്ഷേ സാഹചര്യം കൈവിട്ടുപോയതുകൊണ്ട് എല്ലാവരെയും വധിക്കേണ്ടി വന്നു. അപ്പോഴാണ് വൈകിയെത്തിയ ആ സുഹൃത്തിനെ ടൈറ്റർ കാണുന്നത്. ടൈറ്റർ അയാളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അയാൾ കാരണം ആ പ്ലാൻ പൂർണ്ണമായും വിജയിച്ചില്ല. രക്ഷാസംഘം വരാൻ പോകുന്നില്ല, ഇനി ഞാൻ എന്റെ വഴി നോക്കുന്നു എന്ന് പറഞ്ഞ് ആ സുഹൃത്തും ബാക്കിയുള്ളവരും വേറൊരു വഴിക്ക് പോയി. എന്നാൽ പാവമായ സുഹൃത്ത് ടൈറ്ററെ കൈവിട്ടില്ല. അവർ രണ്ടുപേരും കാട്ടിലൂടെ യാത്ര തുടർന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ അവർ തളർന്നു വീഴാറായപ്പോൾ അത്ഭുതമെന്നോണം മഴ പെയ്യാൻ തുടങ്ങി. ആ മഴവെള്ളം കുടിച്ച് അവർ താൽക്കാലികമായി ആശ്വാസം കണ്ടെത്തി. ദാഹം സഹിക്കവയ്യാതെ ആ മഴവെള്ളം അവർ ആർത്തിയോടെ കുടിച്ചു. പക്ഷെ മഴ കനത്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. ആർത്തലച്ചുവന്ന വെള്ളപ്പാച്ചിലിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആകെ ഭക്ഷണവും ഒഴുകിപ്പോയി. ഇനി രക്ഷപ്പെടാൻ ഒരേയൊരു വഴിയേയുള്ളൂ. എങ്ങനെയെങ്കിലും ഒരു നദി കണ്ടുപിടിക്കണം. ആ നദിയുടെ ഒഴുക്കിനൊപ്പം പോയാൽ തായ്ലൻഡിലെത്താം. പക്ഷെ ആ നടത്തം അത്ര എളുപ്പമായിരുന്നില്ല. കല്ലും മുള്ളും നിറഞ്ഞ കാട്ടിലൂടെ ഷൂ പോലുമില്ലാതെ വെറും കാലാലാണവർ നടന്നത്. എങ്ങനെയൊക്കെയോ അവരാ നദി കണ്ടുപിടിച്ചു. മരത്തടികൾ കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി അവർ യാത്ര തുടങ്ങി. കുറച്ചുനേരം എല്ലാം നന്നായി പോയെങ്കിലും പെട്ടെന്നാണ് ദൂരെ നിന്നാ ശബ്ദം കേട്ടത്. വലിയൊരു വെള്ളച്ചാട്ടം. താഴേക്ക് പതിക്കുന്നതിന് തൊട്ടുമുമ്പ് അവർ വെള്ളത്തിലേക്ക് ചാടി എങ്ങനെയൊക്കെയോ കരയ്ക്ക് കയറി. വീണ്ടും കാട്ടിലൂടെയുള്ള നരകയാതന തുടരുകയാണ്. ശരീരമാകെ അട്ടകൾ കടിച്ചു തൂങ്ങുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടണമെന്ന ഒരൊറ്റ വാശിയിൽ അവരതൊന്നും വകവെച്ചില്ല. വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പഴയ ഷൂ ടൈറ്റർ തന്റെ സുഹൃത്തിന് നൽകി. ഒടുവിലവർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിലെത്തി. പക്ഷെ ടൈറ്ററുടെ സുഹൃത്ത് അപ്പോഴേക്കും പൂർണ്ണമായും തളർന്നുപോയിരുന്നു. ഇനിയൊരടി മുന്നോട്ട് വയ്ക്കാൻ അവന് കഴിയില്ലായിരുന്നു. ആ സമയത്താണ് ആകാശത്തൊരു ഹെലികോപ്റ്റർ കണ്ടത്. ടൈറ്റർ തന്റെ സർവ്വശക്തിയുമെടുത്ത് വിളിച്ചെങ്കിലും അവരത് കേട്ടില്ല. സുഹൃത്തും മാനസികമായി തകർന്നുപോയി. പക്ഷേ ടൈറ്റർ അവനെ ചേർത്തു പിടിച്ചു. നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കും എന്നയാൾ അവന് വാഗ്ദാനം നൽകി. ഹെലികോപ്റ്റർ ഇനിയും വരുമെന്ന് ഉറപ്പുള്ള ടൈറ്റർ ഉണങ്ങിയ ഇലകൾ കൂട്ടിയിട്ട് വലിയൊരു തീ കൂട്ടി. തീ കണ്ട് ഹെലികോപ്റ്റർ അവിടേക്ക് തിരികെ വന്നു. പക്ഷേ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഹെലികോപ്റ്ററിലുള്ളവർ ടൈറ്ററെ ശത്രുവാണെന്ന് കരുതി താഴേക്ക് വെടിയുതിർത്തു. തല നാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ശത്രുസൈന്യം ഈ തീ കണ്ട് അവിടേക്ക് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് വേഗത്തിൽ അവിടെ നിന്ന് മാറേണ്ടി വന്നു. തളർന്ന് വീഴാറായെങ്കിലും അവർ നടത്തം തുടർന്നു. അടുത്തൊരു ഗ്രാമത്തിലെത്തിയവർ നാട്ടുകാരോട് സഹായം ചോദിച്ചു. പക്ഷേ വിയറ്റ്നാം ഗ്രാമവാസികൾക്ക് അമേരിക്കക്കാർ വലിയ ശത്രുക്കളായിരുന്നു. അവർ സഹായത്തിനു പകരം ടൈറ്ററുടെ സുഹൃത്തിനെ കയ്യിലുണ്ടായിരുന്ന കത്തികൊണ്ട് വെട്ടിക്കൊന്നു. തന്റെ കൺമുന്നിൽ വെച്ച് പ്രിയ സുഹൃത്തും മരിക്കുന്നത് കണ്ട് ടൈറ്റർ ആകെ തകർന്നുപോയി. അയാൾ ആ കത്തി തട്ടിയെടുത്ത് അവരെ വിരട്ടി ഓടിച്ചിട്ട് വീണ്ടും കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ആ മരണം ടൈറ്ററെ മാനസികമായി തളർത്തിക്കളഞ്ഞു. സുഹൃത്ത് തന്റെ കൂടെ തന്നെയുണ്ടെന്ന് അയാൾക്ക് തോന്നാൻ തുടങ്ങി. ശത്രുക്കൾ ഉപേക്ഷിച്ചുപോയ ഭക്ഷണത്തിന്റെ ബാക്കി അയാൾ ആർത്തിയോടെ കഴിച്ചു. ജീവൻ നിലനിർത്താൻ അവസാനം ഒരു പാമ്പിനെ വരെ അയാൾക്ക് തിന്നേണ്ടി വന്നു. സിനിമയുടെ തുടക്കത്തിൽ മരിച്ചാലും പാമ്പിനെ തിന്നില്ല എന്ന് പറഞ്ഞ അതേ ടൈറ്റർ. ഒടുവിൽ പ്രതീക്ഷയുടെ കിരണം പോലെ മറ്റൊരു ഹെലികോപ്റ്റർ വന്നു. ഇത്തവണ ടൈറ്റർ തീ കൂട്ടാൻ നിന്നില്ല. പകരം ഒരു വലിയ വാഴയില വീശിക്കാണിച്ചു. ഇത്തവണ അവർക്ക് ചതി മണത്തില്ല. അത് തങ്ങളുടെ ആളാണെന്ന് മനസ്സിലാക്കിയ അവർ താഴേക്ക് കയറിട്ടുകൊടുത്തു.
അങ്ങനെ മാസങ്ങൾ നീണ്ട നരകയാതനയ്ക്ക് ശേഷം ടൈറ്റർ രക്ഷപ്പെട്ടു. ഹെലികോപ്റ്ററിൽ വെച്ച് തന്റെ പേരും രഹസ്യ കോഡായ റെസ്ക്യൂ ഡോൺ എന്നതും അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പരിശോധിച്ചപ്പോൾ എല്ലാം സത്യമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ബാഗ് തുറന്ന രക്ഷാപ്രവർത്തകർ ഒരു നിമിഷം അമ്പരന്നുപോയി. അതിനുള്ളിൽ വിശപ്പടക്കാൻ ടൈറ്റർ കരുതിവെച്ച ഒരു ചത്ത പാമ്പുണ്ടായിരുന്നു. അങ്ങനെ മരണത്തിന്റെ വക്കിൽ നിന്ന് ടൈറ്ററെ അവർ സുരക്ഷിതമായി അമേരിക്കയിലേക്ക് തിരികെ എത്തിച്ചു. ആശുപത്രിയിൽ വിദഗ്ധമായ ചികിത്സ നൽകിയതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം മെല്ലെ മെല്ലെ വീണ്ടെടുത്തു തുടങ്ങി. പക്ഷേ ആ സമയത്തും CIA ഏജന്റുമാർ ടൈറ്ററെ ചോദ്യം ചെയ്യാനായി അവിടെ തക്കം പാർത്തിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ടൈറ്ററുടെ പൈലറ്റ് സുഹൃത്തുക്കൾ വെറുതെയിരിക്കാൻ തയ്യാറല്ലായിരുന്നു. അവരൊരു വലിയ കേക്കുമായി ആശുപത്രിയിലേക്കെത്തി. ടൈറ്ററുടെ പ്രതിശ്രുത വധുവിൽ നിന്ന് അദ്ദേഹത്തിനൊരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ദയവായി നിങ്ങളൊന്ന് വെളിയിൽ നിൽക്കൂ എന്ന് പറഞ്ഞ് അവർ CIA ഏജന്റുമാരെ തന്ത്രപരമായി അവിടെ നിന്നും ഒഴിവാക്കി. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ടൈറ്ററെ വീണ്ടും കഷ്ടപ്പെടുത്താൻ അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു. ആ വലിയ ട്രോളിക്കുള്ളിൽ ടൈറ്ററെ ഒളിപ്പിച്ച് ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ അദ്ദേഹത്തെ ആശുപത്രിക്ക് വെളിയിലെത്തിച്ചു. പിന്നീടൊരു ഹെലികോപ്റ്റർ വഴി അവർ അദ്ദേഹത്തെ നേവി കപ്പലിലേക്ക് കൊണ്ടുപോയി. അവിടെ കമാൻഡർ ഉൾപ്പെടെയുള്ള എല്ലാവരും ടൈറ്ററെ സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ശത്രുക്കളുടെ തടവറയിൽ അത്രയേറെ നരകയാതന അനുഭവിച്ചിട്ടും തന്റെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാത്ത ടൈറ്ററുടെ ധീരതയെ എല്ലാവരും പ്രശംസിച്ചു. ആ വലിയ സന്തോഷത്തിനിടയിൽ ടൈറ്റർ തന്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു. തിരികെ വരുമെന്നും നിങ്ങളെ എല്ലാവരെയും കാണുമെന്നും എനിക്കുണ്ടായിരുന്ന ആ വലിയ പ്രതീക്ഷയാണ് എന്നെ ജീവനോടെ ഇരിക്കാൻ സഹായിച്ചത്. ഇത്രയും നാൾ ഭക്ഷണത്തിന്റെ വെറുമൊരു കവർ നോക്കിയാണ് ഞങ്ങൾ വിശപ്പടക്കിയിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴെനിക്ക് കഴിക്കാൻ നല്ലൊരു പന്നി കൊണ്ടുള്ള കറി തരുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. നിനക്ക് പന്നി മാത്രമല്ല, കോഴിയും ആടും മാടുമെല്ലാം ഞങ്ങൾ ഒരുക്കിത്തരാമെന്ന് സുഹൃത്തുക്കൾ സന്തോഷത്തോടെ മറുപടി നൽകി. ഇവിടെ റെസ്ക്യൂ ഡോൺ എന്ന സിനിമ അവസാനിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു വെറും കഥയല്ല, യഥാർത്ഥ ജീവിതമാണ്. യഥാർത്ഥ ടൈറ്റർ ഡെംഗ്ലർ ഇദ്ദേഹമാണ്. പൈലറ്റായി ജോലി ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിന്റെ ഫോട്ടോയും ശത്രുക്കളുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ എടുത്ത ഫോട്ടോയും കണ്ടാൽ ആ മനുഷ്യൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം പല വർഷങ്ങൾ ജീവിച്ചു. 2001 62-ാം വയസ്സിലാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്. എങ്കിലും മരിക്കുന്നതുവരെ ആ കൊടും പീഡനങ്ങളുടെ ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മരിച്ചുപോലെ തന്റെ പാവം സുഹൃത്തു കൂടെയുള്ളതായി അദ്ദേഹത്തിന് പലപ്പോഴും തോന്നിപ്പോകുമായിരുന്നു. എങ്കിലും തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനം തന്നെയാണ്. ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കൂടി നൽകണേ. നാളെ മറ്റൊരു മികച്ച സിനിമയുമായി വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.